ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയാൽ അത് വിവാദം. പി.കെ. അബ്ദുൾ റബ്ബ് നിലവിളക്ക് കൊളുത്താതിരുന്നാൽ അതും വിവാദം. വർഷം 1968. രംഗം തൃശൂരിലെ സംസ്ഥാന യുവജനോത്സവ വേദി. നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ തയ്യാറായില്ല. സംഘാടകർ പലവട്ടം നിർബന്ധിച്ചുവെങ്കിലും CH നിലവിളക്ക് കൊളുത്തിയില്ല. അന്ന് കേരള നിയമസഭയിൽ വരെ പലവട്ടം ഉന്നയിക്കപ്പെട്ട ഈ സംഭവമാണ് അറിയപ്പെട്ടിടത്തോളം കേരളത്തിലെ ആദ്യത്തെ നിലവിളക്ക് വിവാദം. വർഷം 1993. രംഗം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ്. P.K. കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തി ആ പരിപാടിയുടെ ഉദ്ഘാടനം നടത്താൻ അന്ന് വിസമ്മതിച്ചു. അതേ വേദിയിൽ ഒപ്പമുണ്ടായിരുന്ന ഗാനഗന്ധർവൻ KJ യേശുദാസ് അതിനെ എതിർത്തു. അതോടെ സംഭവം വിവാദമായി മാറി. വർഷം 2015. രംഗം തിരുവനന്തപുരത്ത് വായനാ ദിനാചരണം. മെഗാസ്റ്റാർ മമ്മൂട്ടി നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം വിളക്ക് അബ്ദുൾ റബ്ബിന് കൈമാറി. P.K. അബ്ദുൾ റബ്ബ് അന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം അത് നിരസിച്ചു. അത് ഇഷ്ടപ്പെടാതിരുന്ന മമ്മൂട്ടി തന്റെ വിയോജിപ്പ് അതേ വേദിയിൽ വെച്ച് പരസ്യമായി പറഞ്ഞതോടുകൂടി സംഭവം വിവാദമായി മാറി. അന്ന് പാഠപുസ്തക വിതരണം വൈകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് വെച്ച് SFIക്കാർ P.K. അബ്ദുൾ റബ്ബിനെതിരായി നിലവിളക്ക് കത്തിച്ച് പ്രതിഷേധം വരെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫാത്തിമ തഹ്ലിയ ഒരു നിലവിളക്ക് കൊളുത്തിയത് കൊണ്ട് പേരാമ്പ്ര അങ്ങാടിക്ക് മുകളിലെ ആകാശത്തിന്റെ ഒരു കഷ്ണം ഇടിഞ്ഞ് താഴേക്ക് വീണിട്ടില്ല. ഘടികാരം നിലച്ചു പോയിട്ടില്ല. കടലിൽ തിരകൾ ഉണ്ടാകാതിരുന്നിട്ടുമില്ല. ഫാത്തിമ തഹ്ലിയ MLAക്ക് നിലവിളക്ക് കൊളുത്താനും P.K. അബ്ദുൾ റബ്ബിന് നിലവിളക്ക് കൊളുത്താതിരിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതിന്റെ പേരാണ് ഇന്ത്യൻ ഭരണഘടന.